ഹായ്, ഇന്ന് ചെറിയൊരു കേക്ക് വ്ളോഗാണേ. അപ്പം എനിക്കുണ്ടായിരുന്ന ഒരു 3 കേക്കിൻ്റെ വ്ളോഗിൻ്റെ ഡെക്കറേഷൻ വീഡിയോസ് ആട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. അത് ഒരു ജംഗിൾ തീമായിരുന്നു. അപ്പോൾ കൊച്ചു കുട്ടിക്ക് ആയതുകൊണ്ട് തന്നെ അവർ കസ്റ്റമർ ഇട്ട് തന്നത് ഒരു ജംഗിൾ തീമിൻ്റെ പിക്കായിരുന്നു. അത് ഞാൻ തന്നെ ചെയ്ത ഒരു കേക്കിൻ്റെ ഫോട്ടോയാണ് അവരെനിക്ക് ഇട്ട് തന്നത്. റെഡ് വെൽവെറ്റ് കേക്ക് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യാനായി എടുത്തിട്ട് അതിലേക്ക് വൈറ്റ് ക്രീമിലേക്ക് കുറച്ചൊരു ബ്ലൂ ഷെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിതിവിടെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഞാൻ നമ്മുടെ ഗ്രാസ് നോസിൽ വെച്ചിട്ട് താഴെ ഫുള്ള് ബോർഡർ ഞാൻ ഗ്രാസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പം ഗ്രാസ് നോസിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ ഗ്രാസ് നോസിൽ വെളി വന്നു. ആ പൈപ്പിംഗ് ബാഗിൽ നിന്ന് നോസിൽ വെളി വന്നു. അത്രയും ഭാഗം പിന്നെ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ അതിൽ ഫുള്ള് ക്രീമും വടിച്ച് മാറ്റി പിന്നെ ആദ്യം മുതൽ വേറെ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലേക്ക് ക്രീം മാറ്റിയിട്ട് പിന്നെ അത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇതിൽ നമ്മുടെ ലേസർ പ്രിൻ്റ് ആട്ടോ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഉൾപ്പെടെ അതിലെ ഓരോ ആനിമൽസിൻ്റെ ഫോട്ടോസും ലേസർ പ്രിൻ്റാണ് വെക്കുന്നത്. ഇതിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് നനഞ്ഞു പോകുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ക്രീമിൽ എത്ര നേരം വെച്ചിരുന്നാലും ആ ഒരു പ്രിൻറ്റിന് പ്രത്യേകിച്ച് കുഴപ്പമായിട്ടൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും എല്ലാ കേക്കിലും അതുപോലെ തീം കേക്ക് വരുവാണെങ്കിലും എല്ലാം ഞാനിവിടെ ലേസർ പ്രിൻ്റ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രാസിൻ്റെ ഇടയിലായിട്ട് 2 ഷെയ്ഡിൽ ഇതുപോലെ ചെറിയ പൂക്കൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ പേരെഴുതുന്നത് സൈഡിലായിട്ടാട്ടോ, സൈഡിൽ നമ്മുടെ കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് പേരെഴുതി കൊടുക്കുന്നത്. പിന്നെ ഞാൻ മിക്കവാറും ഇതുപോലെ എനിക്ക് കൂടുതലായിട്ടും എനിക്ക് കിഡ്സിനൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗിൾ തീമും അതുപോലെ ഇങ്ങനത്തുള്ള കുറേ തീമുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് വന്നിട്ടുള്ളതും ജംഗിൾ തീം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കുറേ ഫോട്ടോസ് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. എപ്പോഴാണ് ഓർഡർ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പം തലേന്ന് നൈറ്റായിരിക്കും അവർ വിളിച്ച് പറയുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയി പ്രിൻ്റൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് ഇങ്ങനത്തുള്ള ഫോട്ടോസൊക്കെ നേരത്തെ സേവ് ചെയ്ത് വെക്കാറുണ്ട്. എടുത്തെല്ലാം പ്രിൻ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാറുണ്ട്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എപ്പോഴാണെന്ന് വെച്ചാൽ വെച്ച് കൊടുത്താൽ മതിയല്ലോ കേക്കിലോട്ട്. അതുപോലെ തന്നെ കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ എല്ലാം പ്രിൻ്റ് ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അങ്ങനെ ഈ കേക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ സെക്കൻഡ് കേക്കാണ്, അതും റെഡ് വെൽവെറ്റ് ആയിരുന്നു. റെഡ് വെൽവെറ്റ് എന്ന് വെച്ചാൽ അവരെന്നോട് പറഞ്ഞത് നമുക്ക് ഏത് കേക്കാണോ നമ്മുടെ എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നാട്ടിലില്ല, കുഞ്ഞ് നാട്ടിലുണ്ട്, കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് എൻ്റെ നല്ലൊരു ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള കേക്കാണ്. കാര്യം അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എൻ്റെ കൂടെ പഠിച്ചതായിരുന്നു. അങ്ങനെ പക്ഷേ നമ്മൾ 10 കഴിഞ്ഞപ്പോഴത്തേന് അവർ 5 മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ചത്. പക്ഷേ 10 കഴിഞ്ഞപ്പോഴത്തേന് പലരും പല വഴിക്കായിപ്പോയി. പിന്നീട് ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റ് ഇല്ല, അങ്ങനെയുള്ള ഒരിതായിരുന്നു. പക്ഷേ നമ്മൾ ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം അങ്ങനെ പക്ഷെ അന്നും നമ്മൾ വലിയ കോണ്ടാക്റ്റ് ഇല്ല എങ്കിലും നമ്മളൊരു ഒരു പരിപാടി തുടങ്ങി, ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നറിഞ്ഞ് അവൻ തന്നെ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, കേക്കിൻ്റെ കാര്യം എങ്ങനെയാണ്, റേറ്റൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവൻ അന്ന് മുതൽ നമ്മൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ നമ്മുടെ കൂടെ അവനുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മളൊപ്പം എല്ലാത്തിനും നമ്മളെ തന്നെ വിളിക്കുകയും എടുക്കുകയും, കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും അതുപോലെ അവളുടെ ബർത്ത്ഡേക്കാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അങ്ങനെ പിന്നെ അവർ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ കുഞ്ഞിന് കേക്ക് കൊണ്ട് കൊടുത്തു, അവർക്കും സന്തോഷമായി. ഇതൊക്കെയല്ലേ നമ്മുടെ നമ്മുടെ ലൈഫിലൊക്കെ നമ്മുടെയൊക്കെ ലൈഫിലുള്ള ചില സന്തോഷമുള്ള നിമിഷം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ. പിന്നീട് എനിക്കുണ്ടായിരുന്നൊരു കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നേ. ബ്ലാക്ക് ഫോറസ്റ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ മോഡൽസ് ഓരോന്നും ചെയ്ത് ഇനി അടുത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇനി എന്ത് മോഡൽ ചെയ്യും എന്നുള്ള ഒരു വിഷമമായിപ്പോയി. നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു, എങ്ങനെ എന്ത് ചെയ്യും എന്നുള്ളൊരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ അവസാനം ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ചോക്ലേറ്റ് വെച്ചിട്ട് സൈഡും കവർ ചെയ്തു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡ് പാർട്ടീഷനായിട്ടൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് സൈഡും ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് അവിടെ ടോപ്പിലും ചോക്ലേറ്റ് ഇട്ടു. പിന്നെ ഇനി എന്ത് ചെയ്യുന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയില്ല. പിന്നെ ചെറിയൊരു ബോർഡർ പോലെ ഒരു പിങ്ക് ഷെയ്ഡിൽ ബോർഡർ ടോപ്പിലും കൊടുത്തു, സൈഡിലും കൊടുത്തു.
അതിനുശേഷം ഞാൻ ടോപ്പിൽ 2 റോസ് പൂവും കൂടെ വെച്ച് കൊടുത്തു. ആ റോസ് പൂ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മുമ്പ് ചെയ്ത കേക്കിൻ്റെ കുറച്ച് ഗ്രാസ് ഇത് ബാക്കിയുണ്ടായിരുന്നു. ആ ഗ്രാസിൻ്റെ സംഭവം കൂടെ നോർമലി ഞാൻ റോസ് പൂവൊക്കെ വരുന്ന സമയത്ത് ഇലയാണ് വെച്ച് കൊടുക്കാറ്. പക്ഷേ ഇല വെച്ച് കൊടുക്കുന്നതിന് പകരം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഗ്രാസ് വെച്ച് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അത് വെച്ച് കൊടുക്കുകയായിരുന്നു. സത്യത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. കാര്യം നമ്മൾ ചെയ്ത് പിന്നീട് നമ്മൾ ഓർക്കത്തില്ല. ചിലപ്പോൾ ആ സെയിം മോഡൽ തന്നെ ആയിരിക്കും നമ്മൾ വീണ്ടും ആ കസ്റ്റമറിന് കൊടുക്കുന്നത്. പിന്നീട് അവർ പറയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത് അയ്യോ അത് തന്നെ ആയിരുന്നു കൊടുത്തത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്, അയ്യോ എന്ത് മോഡലാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളത്. പക്ഷേ കസ്റ്റമർ തന്നെ നമുക്ക് മോഡൽ ഇങ്ങോട്ട് ഇട്ട് തരികയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമുക്കത് തന്നെ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. എന്നാലും കുഴപ്പമില്ലാതെ എല്ലാ കേക്കുകളും ചെയ്ത് കൊടുക്കാൻ പറ്റി. അത് തന്നെ വലിയ സന്തോഷം. പിന്നെ കേക്കിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്രീം വെച്ചിട്ടാണ് കേട്ടോ കേക്കിലെ പേര്. നേരത്തെ ആദ്യമൊക്കെ ഗനാഷ് വെച്ചിട്ടായിരുന്നു, ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടായിരുന്നു കേക്കിൽ എഴുതുന്നത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ക്രീം വെച്ചിട്ട് എഴുതുന്നത് തന്നെയാണ്. അങ്ങനെ എല്ലാ കേക്കിലും ക്രീം വെച്ചിട്ട് ക്രീമിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ കേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എന്തെങ്കിലും വീഡിയോയെ പറ്റി എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. പിന്നെ വീണ്ടും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, സീ യു.